ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, ഡോളറൈസേഷൻ. ചൈന അമേരിക്കൻ ട്രഷറി ബോണ്ട്സ്, അതായത് അമേരിക്കയിലെ സർക്കാർ കടപ്പത്രങ്ങൾ, ആ കടപ്പത്രങ്ങൾ ക്രമാതീതമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതും വളരെ നിർണായകവുമായ ഒരു തീരുമാനമാണ്. 2025 ജൂലൈയിൽ ലഭ്യമായ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ബീജിംഗിന്റെ വിദേശ ചെലവ് റിസർവ് $730 ബില്യൺ കുറഞ്ഞു. ജൂണിൽ നിന്ന് നോക്കുമ്പോൾ 26 ബില്യന്റെ കുറവാണ് കാണപ്പെടുന്നത്. ചൈനീസ് ഫിനാൻഷ്യൽ ഡാറ്റ പ്രകാരം പ്രകാരം ഇത് 2009 ജാനുവരി മുതൽ കാണാത്ത ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 2013 നവംബറിൽ ഉണ്ടായിരുന്ന ചരിത്രപരമായ ഉയരം 1.3 ട്രില്യണിൽ നിന്ന് ഇതുവരെ 45% ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ പ്രമുഖ മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ പറയുന്നത്, അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം PRCയുടെ പോർട്ട്ഫോളിയോയിലേക്കുള്ള US ട്രഷറി കുറവ് ഡോളറിന്റെ ആയുധമാക്കൽ, അതായത് അമേരിക്ക ഡോളറിനെ ആയുധമാക്കുന്നുണ്ട്. നമ്മൾ അത് റഷ്യ ഉക്രൈൻ വാറിൽ കണ്ടതാണ്. ഇത് സംബന്ധിച്ച് ചൈനീസ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചൈനീസ് സർക്കാരിന്. രണ്ട് സൂപ്പർ പവേഴ്സ് തമ്മിലുള്ള വളരുന്ന സംഘർഷവും, അതായത് ചൈനയും അമേരിക്കയും തമ്മിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം, US കടബാധ്യതയുടെ നിലനിൽപ്പ് സംബന്ധിച്ച് ആശയങ്ങളും ഇതിന് പിന്നിലുണ്ട്. മറ്റൊരു കാര്യം, ചൈന എന്താണ് ഡോളറിന് പകരം തിരഞ്ഞെടുക്കുന്നത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ചൈന സ്വർണം വ്യാപകമായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറിനോടും പൊതുവിൽ ഫിയറ്റ് കറൻസികളോടും ആശ്രയത്വം കുറയ്ക്കാൻ ഇതിലൂടെ ചൈനയ്ക്ക് സാധിക്കുന്നു. കൂടാതെ യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, സ്വിസ് ഫ്രാങ്ക് എന്നിവയിലുള്ള പങ്ക് വർദ്ധിപ്പിക്കാനുള്ള സൂചനകളും ചൈനീസ് സർക്കാർ നൽകുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? കാരണം വ്യക്തമാണ്. US ട്രഷറി കുറച്ചാൽ അമേരിക്കൻ മണി നയത്തെ ആശ്രയിക്കേണ്ടി വരില്ല. 2022 റഷ്യക്കുണ്ടായിരുന്ന പോലെ ആസ്തി ഫ്രീസാക്കൽ ചെയ്യപ്പെടാനുള്ള അപകടവും കുറയും. യൂറോപ്പിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് ലാഭകരമാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. ബ്രിട്ടീഷ് പൗണ്ട് ബ്രെക്സിറ്റ് ഉണ്ടായിട്ടും ധനകാര്യത്തിലും സാങ്കേതിക രംഗത്തും ചൈനയ്ക്ക് ഇപ്പോഴും ബ്രിട്ടീഷ് പൗണ്ട് പ്രാധാന്യമാണ്. മറ്റൊരു കറൻസിയായ സ്വിസ് ഫ്രാങ്ക് സാധാരണയായി ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധി കാലങ്ങളിൽ സ്ഥിരത പുലർത്തുന്ന കറൻസിയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഈ വാർത്ത അമേരിക്കയ്ക്ക് അനുകൂലമായ വാർത്തയല്ല. US ട്രഷറിക്കുള്ള വിദേശ ആവശ്യം കുറഞ്ഞാൽ അമേരിക്കൻ സർക്കാർ കടം വാങ്ങുന്ന ചെലവ് കൂടും. US ദേശീയ കടം ഇതിനകം തന്നെ $37 ട്രില്യൺ കടന്നു കഴിഞ്ഞു. ചൈനയെ സംബന്ധിച്ച് ഇത് ഒരു ഒറ്റത്തവണ നടപടിയല്ല. ചൈനയുടെ ദീർഘകാല സ്ട്രാറ്റജിക് മാറ്റമാണ് ഇത്. ഇനി മറ്റു രാജ്യങ്ങളും, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം കൂടുതൽ അസ്ഥിരമായാൽ ഇതേ പാത പിന്തുടരും. ഇത് ഡോളറിന്റെ ആഗോള ആധിപത്യം ക്ഷയിക്കുന്നതിന് കാരണമാകുന്നു. ഇപ്പോൾ അമേരിക്കൻ ഡോളർ പ്രധാനമായും തുടർന്നു എങ്കിലും അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ഇപ്പോഴത്തെ പ്രധാനമായി തുടരുന്ന അതിൻ്റെ പങ്ക് കുറയും. അതേസമയം യൂറോ, യുവാൻ, സ്വർണം എന്നിവ ചേർന്നൊരു ബാസ്ക്കറ്റ് ശക്തി പ്രാപിക്കും. വാൾ സ്ട്രീറ്റ് ജേണൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് 30 വർഷത്തെ US ട്രഷറി ലേലം ആവശ്യം കുറയുന്നു. 10 വർഷവും 30 വർഷവും ഉള്ള കടപ്പത്രങ്ങൾ ശക്തമായ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിലൂടെ നിക്ഷേപകർ ഇനി US ബജറ്റിനെ ഫണ്ട് ചെയ്യാൻ താല്പര്യമില്ലാതാകുന്നു എന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ്. US ട്രഷറി മാർക്കറ്റ് ഏകദേശം $29 ട്രില്യൺ വില വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കടം മാർക്കറ്റാണ് ഇത്. സാധാരണയായി ഇത് സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും 2025 അനിശ്ചിതത്വം നയമാറ്റങ്ങൾ കാരണം വലിയ വ്യതിചലനം ഉണ്ടായി. US-ന്റെ 300ഓളം ലേലങ്ങൾ ട്രഷറി ഓപ്ഷൻസ് ഫെഡറൽ ഡെഫിസിറ്റ് നിറക്കാനാണ്. വിദേശ നിക്ഷേപകർ US ട്രഷറികൾ വാങ്ങുന്നത് കുറയുമ്പോൾ ബോണ്ട് മാർക്കറ്റിൽ വലിയ ആഘാതം ഉണ്ടാകുന്നു. ഇതിനൊക്കെ പിന്നിൽ ചൈനയുടെ കണക്കുകൂട്ടലും കൂടിയുണ്ട്. 2022 റഷ്യയുടെ $300 ബില്യൺ റിസർവ് അമേരിക്കയും കൂട്ടാളികളും ഫ്രീസ് ചെയ്ത സംഭവം ചൈന കണ്ടു. ഭാവിയിൽ തായ്വാൻ സംഘർഷം പോലൊരു പ്രശ്നം വന്നാൽ അമേരിക്ക ചൈനയുടെ ട്രഷറികളും
പിടിച്ചെടുക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതിനാൽ അവർ ഡോളർ ആശ്രയത്വം കുറയ്ക്കുന്നു. ചൈന ഇപ്പോൾ യൂറോ, സ്വർണം, സ്വിസ് ഫ്രാങ്ക്, കമ്മോഡിറ്റികൾ എന്നിവയിൽ വൈവിധ്യം, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ വരുത്തുകയാണ്. ലക്ഷ്യം ഒരു മൾട്ടി പോളാർ റിസർവ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തുക. അതേസമയം അമേരിക്ക റെക്കോർഡ് ഉയർന്ന ഡെഫിസിറ്റും 37 ട്രില്യൺ ഡോളറിന് മുകളിലുള്ള കടബാധ്യതയും നേരിടുകയാണ്. കൂടുതൽ കടം വാങ്ങുന്നത് ഈൽഡ് ഉയരാനും ബോണ്ട് വാല്യൂ ഇടിയാനും കാരണമാകും. അതിനാൽ തന്നെ ചൈന ബോണ്ട് വാല്യൂസ് കൂടുതൽ താഴുന്നതിന് മുമ്പ് തന്നെ വിറ്റുതീർക്കുകയാണ് ഇപ്പോൾ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ US ട്രഷറികൾ ഇനി വിദേശ നിക്ഷേപകർക്ക് സുരക്ഷിതമായ ആസ്തിയായി തോന്നുന്നില്ല.